ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വെളുപ്പാങ്കാലത്ത് നമ്മൾ ഒരു യാത്രക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. എങ്ങോട്ടാണെന്നുള്ള കാര്യമൊക്കെ എന്തായാലും പറയാമേ. അപ്പൊ എങ്ങനെ പിള്ളേരെ പോവല്ലേ? കംപ്ലീറ്റ് ലഗേജ് എടുത്തിട്ട് ഇനി ഒരു ഇഞ്ച് സ്ഥലവും ഇല്ല. നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം ചേർന്നൊരു യാത്രക്ക് ഇറങ്ങി കേട്ടോ. അതാണ് നമ്മുടെ വിൻസൻ ഉണ്ട്, സൗമ്യുണ്ട്, ബാക്കി ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ എന്തായാലും പരിചയപ്പെടുത്താമേ. ഹലോ. അപ്പൊ ഇനി കൊടൈക്കനാൽ പോകുന്ന പോക്കില് ബാക്കിയുള്ള കാഴ്ചകൾ. ഓക്കെ. അപ്പം അതേ കൂട്ടുകാരെ, അതെ നമ്മൾ കൊടൈക്കനാലോട്ടുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ വഴി പോവാം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. മേഘമല വഴി പോവാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും മേഘമല വഴിയൊക്കെ കറങ്ങി കൊടൈക്കനാലൊക്കെ എത്തുന്ന കംപ്ലീറ്റ് രസകരമായിട്ടുള്ളൊരു വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ 3 ഫാമിലീസ് അടങ്ങി 6 പേരും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള അടിപൊളി ഒരു യാത്രയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കൂടെ കുടിക്കും. അടിപൊളി യാത്രയാണ്. നമ്മളിപ്പോ പത്തനംതിട്ടയൊക്കെ കഴിഞ്ഞ് എരുമേലെല്ലാം കവർ ചെയ്ത് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല മഞ്ഞ്, നല്ല കാലാവസ്ഥ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് കുട്ടിക്കാനൊക്കെ പോകുന്ന റൂട്ടില് കാണുന്ന അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ പെരുവന്താനം വ്യൂ പോയിന്റ് ആണ്. എന്ത് രസം നോക്കി, മഞ്ഞൊക്കെ ഇറങ്ങി അല്ലെങ്കിൽ മേഘമൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന കാണാനല്ലേ നല്ല രസമാണ്. ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഈ റൂട്ട് യാത്ര പോകുമ്പോഴത്തേന് ഡേ ടൈം ആണെങ്കിൽ, രാവിലെ ആണെങ്കിൽ ഇവിടെ എന്തായാലും വണ്ടി നിർത്തി ഒന്ന് സൈഡൊക്കെ ഒതുക്കിയിട്ട് കാണാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് കേട്ടോ. അപ്പൊ ഇവിടെ വരുന്നവർ ഈ റൂട്ട് പോകുന്ന പലരും ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ കണ്ടിട്ടൊക്കെ പോകുന്ന കാണാനായിട്ട് കഴിയും. നല്ല രസമാണ്. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് യാത്ര തുടരുകയാണ്. അപ്പൊ ഇനി വളഞ്ഞങ്ങാനും വാട്ടർഫാളൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പൊ മഴയൊക്കെ ആയിട്ട് ചിലപ്പോൾ വെള്ളം കാണാമായിരിക്കും, എന്താണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാമേ. മലയൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാ നോക്കിയേ. ഈ റൂട്ട് വരുമ്പോഴത്തേനെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള കുറെ കാഴ്ചകളൊക്കെ കണ്ടുപോകാനായിട്ട് പറ്റും. അതാണ് ഈ റൂട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ വളഞ്ഞങ്ങാനം വാട്ടർഫാൾ ആയിട്ടുണ്ട്. വെള്ളം തീരെ ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ. നല്ല മഴയൊക്കെ പെയ്യുന്ന ദിവസമാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ കുത്തി ഒലിച്ച് വെള്ളം പോകാൻ കാണാനായിട്ട് കഴിയും. ഇപ്പം 2 ദിവസമായിട്ട് പറയത്തക്ക രീതിയിലുള്ള മഴയില്ല, അതായിരിക്കും കാര്യം. അങ്ങനെ നമ്മൾ വണ്ടിപ്പെരിയാറൊക്കെ കഴിഞ്ഞു. വിശപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും നിർത്തിയിട്ട് ഫുഡ് ഒന്ന് കഴിക്കണേ. അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ വെച്ചിട്ട് വന്നേ നല്ല അപ്പവും. ഇതുവരെ മുട്ടക്കറി എത്തിയില്ല. മുട്ടക്കറിയുടെ ആള് കാണേ. അയ്യോ, ഇപ്പൊ താഴെ പോയേ. മുട്ടക്കറി ഉണ്ട്, ഭയനകത്ത് തപ്പുന്നേ. എന്തെങ്കിലും പോയവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുമല്ലോ. എന്തു സമയം ഇവിടെ വഴക്കിടും. ഓ, സെബിൻ എല്ലാവർക്കും സെർവ് ചെയ്യണം. ചൂടുണ്ടോ? മിൻസ, ഇത് ഞങ്ങളുടെ ബർത്ത്ഡേക്കാരനാണ് കേട്ടോ. ഇന്ന് ഇവന്റെ ചെലവാ. മിൻസ, ഫുള്ള് ചെലവ് നിന്റെയാണേ. അപ്പൊ ഇപ്പൊ കണ്ടം വഴി പോയാനെ നിനക്ക് നാട്ടിഷേബ് ഭയങ്കര വിഷയമാണ് വന്നത്. കണ്ടോ 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 കുത്തുന്നുണ്ടോ? ഉരുത്തം കെട്ട വെച്ച വായു വെക്കാൻ കൊള്ളാത്ത അപ്പവും. സെവിൻ മുട്ടക്കറി തപ്പ്. ആ, അതിനകത്തായിരിക്കും തപ്പ്. നോക്ക്, മുട്ടക്കറിയാണ് ഗൈസ്. തറകളയല്ലേ തുറക്കുന്ന വഴിക്ക് 2 പാത്രം വിളമ്പുന്ന സ്പൂണുണ്ട്. എനിക്ക് ഞാൻ അല്ലെങ്കിൽ അപ്പൊക്കെ കഴിച്ചിട്ടെ മുട്ടക്കറിയെ കൂട്ടി അപ്പൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യം പറയണേ. റോഡിന്റെ സൈഡിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഫുഡൊക്കെ വെച്ച് കഴിച്ച് ഇങ്ങനെ പോകാന്ന് പറഞ്ഞാൽ നല്ല രസമല്ലേ. അപ്പൊ ഞങ്ങൾ കൊടൈക്കനാലിലോട്ടുള്ള യാത്രയിലാണ്. വിൻസനുണ്ട്, സൗമ്യുണ്ട്. എങ്ങനെയുണ്ട്? കഴിച്ചോ സ്നേഹ? കൊള്ളാമോ? ബേബി ഉണ്ട്, സ്നേഹമുണ്ട്, ഇവിടെ ശിൽമയുണ്ട് നമ്മുടെ കൂടെ. ഇത് നമ്മുടെ കൂട്ടുകാരൻ സെബിനാണ്. സെബിന്റെ വൈഫാണ് ശിൽമ. ഡൂഡിന്റെ ഡൂഡേ ഒരു ഹായ് പറയൂ. ഹായ്. അങ്ങനെ നമ്മൾ വഴിയോരത്തൊക്കെ നിന്നിട്ട് രാവിലെ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കാനായിട്ടോ. വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോകുമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഞങ്ങൾ ഉച്ചക്കത്തേക്കുള്ള ചോറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കേരള ബോർഡറൊക്കെ കഴിഞ്ഞ് തമിഴ്നാട് കയറിയിട്ടുണ്ട് കേട്ടോ. ഈ റൂട്ട് എനിക്ക് ബൈക്ക് ഓടിച്ച് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. നല്ല രസമാണ്. പോകുന്ന പോക്കിൽ ഇഷ്ടംപോലെ പെൻസ്റ്റോക്ക് പൈപ്പും ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് നല്ല രസകരമായിട്ടുള്ള കുറേ അധികം കാഴ്ചകളാണ് ഈ റൂട്ട് പോകുമ്പോഴത്തേനുള്ളത് കേട്ടോ. നമ്മളിപ്പോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടിക്കാനത്ത് നിന്ന് കുമിളി റൂട്ടാണ്. ആ ഹില്ലെല്ലാം ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമാണ്. ഇവിടുന്ന് കമ്പം ചെന്നിട്ട് അവിടുന്ന് ചിന്നമണ്ണൂർന്ന് റൈറ്റ്. അപ്പൊ നമ്മൾ തമിഴ്നാടൊക്കെ കയറി നമ്മളിപ്പം മേഘമല പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മേഘമല ഉള്ള ഡീവിയേഷനൊക്കെ തിരിഞ്ഞ് ഇപ്പം അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ഇതിന് മുമ്പത്തെ വർഷം നമ്മുടെ ചാനലിൽ കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. കൊടൈക്കനാലിൽ പോയപ്പോൾ ഇതുപോലെ നമ്മൾ മേഘമല കയറിയിട്ടാണ് പോയത്.
അപ്പോൾ ഈ പോകുന്ന റൂട്ടിൽ ഇഷ്ടം പോലെ വിൻഡ് മില്ല് കാണാനായിട്ട് കഴിയും കേട്ടോ. അത് ഇത്രയും അടുത്ത് കാണുമെന്ന് പറഞ്ഞാലേ ഭയങ്കര സംഭവമാണ്. എന്നാ വലുപ്പമാണ് നോക്കി, ശരിക്കും വലുപ്പമാണ്. ഇതിപ്പം കറങ്ങുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോൾ എന്തായാലും കറങ്ങുമായിരിക്കും തോന്നുന്നു കേട്ടോ. ഇപ്പം യാതൊരു അനക്കവും ഇല്ല. പോകുന്ന പോക്കിൽ ഇഷ്ടം പോലെ തെങ്ങും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും. കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ തെങ്ങ് കൂടുതലെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ തോന്നുന്നു തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു കേട്ടോ. മേഘമലയുടെ ബോർഡെല്ലാം കാണാം, ചെക്ക് പോസ്റ്റിന് അടുത്തായിട്ടുണ്ട്. ഇവിടെ നമ്മൾ വണ്ടി നിർത്തി നമ്മുടെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേന് ഇവർ വണ്ടി കംപ്ലീറ്റ് ഫുള്ള് ചെക്ക് ചെയ്യും കേട്ടോ. ഫോറസ്റ്റ് ഓഫീസർ വന്നിട്ട് മൊത്തം ചെക്ക് ചെയ്ത് വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ഇവർ നോക്കിയിട്ട് നമ്മളെ വിടത്തുള്ളൂ. ആൽക്കഹോൾ യാതൊരു കാരണവശാലും ഇവിടുന്ന് കയറ്റി വിടത്തില്ല. അപ്പം നിങ്ങൾ എന്തായാലും മദ്യക്കുപ്പയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോയിട്ട് വെള്ളം അടിക്കാന്ന് വെച്ചാൽ നടക്കുമെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള പോകുന്ന പോക്കിൽ അങ്ങനെ പോകാതിരിക്കാനല്ല, നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള കർവും അതുപോലെ തന്നെ ഇഷ്ടം പോലെ വലിയ പാറക്കല്ലുകളും എല്ലാം റോഡിൽ വീഴുന്ന നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാഴ്ച തന്നെ കേട്ടോ. ഇപ്പൊ റോഡിന്റെ പണികളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഒപ്പം അത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. നല്ല നല്ല റോഡുകളായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് നല്ല അടിപൊളി റോഡും കാര്യങ്ങളുമായിട്ടുണ്ട്. അപ്പം ക്ലൈമറ്റിന് വലിയ വ്യത്യാസം ഇതുവരെ നമുക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം ചൂട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേനും നമുക്കറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പം ടൂ വീലറിനും കാറിനും എല്ലാം പോകാനായിട്ട് നല്ല രീതിയിൽ ടാറൊക്കെ ചെയ്തേക്കുന്ന നല്ല റോഡാണ് കേട്ടോ. ആനയുടെ പടമൊക്കെ വെച്ചേക്കുന്നുണ്ട്. അപ്പം കാട്ടാനയും എല്ലാം ഉള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ കുഞ്ഞാമത്തെ അടുത്ത യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മേഘമല വഴി കൊടൈക്കനാൽ കേട്ടോ. രാവിലെ തിരിച്ചാണ്. രാവിലെ ഒരു 5 മണി ആയപ്പോഴത്തേനും വീട്ടിൽ തിരിച്ചാൽ 4 മണിയായിരുന്നു നമ്മൾ സമയം വെച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും 5 മണി 5:30 ആയി. ഇപ്പൊ ഞങ്ങൾ മേഘമല എത്താറായിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ പിടിക്കുന്നുണ്ട്. നല്ല കാലാവസ്ഥയാണ്. പക്ഷെ ഡിസംബർ ജനുവരി മാസമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരിക്കും. നവംബർ ഡിസംബർ ജനുവരി മാസം കേട്ടോ. ഇത് ഓഫ് സീസൺ ആണ്, കുഴപ്പമില്ല. പക്ഷെ കുഞ്ഞുണ്ടോ, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞങ്ങൾ വന്നപ്പം വണ്ടി പോട്ടെ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വന്നപ്പോഴത്തേന് സ്നേഹ പ്രഗ്നന്റ് ആയിരുന്നു. 2 മാസം പ്രഗ്നന്റ് ആയിട്ട് ഇരുന്നപ്പോഴാണ് ഞാനും സൗമ്യ വിൻസനും ഞങ്ങൾ 3 പേരോട് ഇറങ്ങിയത് കേട്ടോ. അപ്പൊ സ്നേഹ കൊണ്ടുവരാൻ പറ്റിയില്ല. അടുത്ത വരവിന് എന്തായാലും സ്നേഹം കുഞ്ഞാൻ കൊണ്ടുവരും നമ്മൾ പറഞ്ഞാണ്. അടുത്ത വരവിൽ നമ്മുടെ ബേബി ഉൾപ്പെടെ, ബേബിക്ക് ഇപ്പൊ 8 മാസമായി, ബേബി ഉൾപ്പെടെ നമ്മൾ അടുത്ത വരവിന് ഇറങ്ങിയ കേട്ടോ. ഇത് 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യാത്രയുള്ളയാ. കൊടൈക്കനാൽ ആണെങ്കിലും അതുപോലെ തന്നെ മേഘമല ആണെങ്കിലും. മേഘമല 2 വട്ടം ഇറങ്ങി. ഈ വട്ടം നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ മേഘമലയുടെ കാഴ്ചയൊക്കെ കാണാനായിട്ട് നിങ്ങൾ കൂടെ കുടിക്കുക. നല്ല രസകരമായിട്ടുള്ള കാഴ്ചയായിട്ട് നമ്മൾ തകർക്കും കേട്ടോ. പോവാം. കാറ്റുണ്ടോ സ്നേഹ? നല്ല രസമുണ്ട്. മേഘമല സൂപ്പർ കാണാൻ. ഇവിടെ ഇങ്ങനെ നിന്ന് കാറ്റ് കൊള്ളാനൊക്കെ നല്ല. ഇവിടെ എങ്ങനെയുണ്ട്? ടൂറെ സൂപ്പറാന്നോ? നമ്മളപ്പോൾ ഒരു ഇൻട്രോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് വണ്ടി ഒതുക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലമുള്ളിടത്ത് നമ്മൾ വണ്ടി നിർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ ഇത്ര കുരങ്ങന്മാരാണ്. നോക്കി, ശരിക്കും കുരങ്ങന്മാരാണ്. ഇവർ നമ്മളെ ആക്രമിക്കാനായിട്ടൊക്കെ വന്നു. അങ്ങനെയാണ് വണ്ടിക്കതൊക്കെ ചാടിപ്പിടിച്ച് കയറിയാണ് കേട്ടോ. ഇപ്പോൾ കാലാവസ്ഥ മാറിയിട്ടുണ്ട്, മഴയായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ക്ലൈമറ്റ് ഇനി മാറുമെന്ന് വിചാരിക്കും. നല്ല രസകരമായിട്ടുള്ള ക്ലൈമറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം വരുമ്പം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് അതേ ക്ലൈമറ്റ് തന്നെ ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി, നല്ല രസമാണ്. അപ്പം മഞ്ഞിറങ്ങാനായിട്ടുള്ളൊരു ചാൻസും ഉണ്ട് കേട്ടോ. അതൊക്കെ പ്രതീക്ഷയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതുവരെ മേഘമല വരാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് വരാനായിട്ട് ശ്രമിക്കട്ടെ. നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ വന്ന് എൻജോയ് ചെയ്തിട്ട് 1 ഡേയോ അല്ലെങ്കിൽ 2 ദിവസത്തേക്കോ ഉള്ള യാത്രയ്ക്കൊക്കെ വരാനായിട്ട് പറ്റിയ നല്ലൊരു സ്ഥലമാണ് മേഘമല. ഇപ്പം ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയുള്ള രീതി നല്ല ക്ലൈമറ്റ് ഒക്കെ കിട്ടിയത്. അപ്പോൾ മേഘമല വരാനായിട്ട് നമ്മൾ കുമളി, കമ്പം, തേനി ആ റൂട്ട് വരുവാണെങ്കിൽ നമ്മൾ കമ്പം ചിന്നമണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലം വന്നിട്ട് അവിടുന്ന് റൈറ്റ് എടുത്തിട്ടാണ് ഈ മേഘമല വരേണ്ടത്. ഹൈവേവ്സ് ഡാംസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. മേഘമല അടിച്ചു കൊടുത്താൽ കിട്ടുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റായിട്ട് ഹൈവേവ്സ് ഡാംസ് അടിച്ചു കൊടുക്കുമ്പോഴത്തേനാണ് കേട്ടോ കറക്റ്റ് ലൊക്കേഷനിൽ വരാനായിട്ട് കഴിയുന്നത്. ഇഷ്ടംപോലെ തേയിലത്തോട്ടമൊക്കെ നല്ല ഭംഗിയിൽ വെട്ടി ഒതുക്കി നിർത്തിയേക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതാണ് ഇവിടുത്തെ വേറൊരു ഭംഗി. അപ്പം മൂന്നാറാണോ ഭംഗി അല്ല മേഘമലയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മേഘമലയിൽ പ്രത്യേക ഒരു ഇഷ്ടം തോന്നിയിട്ട്. കാരണം മൂന്നാർ എപ്പോൾ പോയാലും ഭയങ്കര തിരക്കും കാര്യങ്ങളുമാണ്. മേഘമല വരുമ്പോൾ അതില്ല കേട്ടോ. എന്നാൽ ഒത്തിരി കാണാനുണ്ടോ എന്ന് വെച്ചാൽ ഈ കാണുന്ന കാഴ്ചയൊക്കെയാണ് മേഘമലയിൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നല്ല നല്ല കൊച്ചു കൊച്ചു ഗ്രാമങ്ങളും നല്ല ഭംഗിയിലുള്ള റോഡും അതുപോലെ തന്നെ വളരെ പീസായിട്ടുള്ള ഡ്രൈവിംഗ്, ഇതൊക്കെയാണ് മേഘമലയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിക്കാനായിട്ടുള്ള സാധ്യത കേട്ടോ.
മേഘമലയിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വീടുകളും ഗ്രാമങ്ങളും എല്ലാം കാണാനായിട്ട് വരും കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയാൽ തീരത്തോട്ടത്തിനിടയ്ക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീടുകൾ ഭയങ്കര ഭംഗിയാണ്. എനിക്ക് കഴിഞ്ഞ വർഷം വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാനായിട്ടുള്ള കുറേ അധികം ചേട്ടന്മാരെന്ന് ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. പക്ഷെ എന്നാൽ തന്നെ സാധാരണ രീതിയിലുള്ള സാധാരണക്കാരായിട്ടുള്ള പാവ മനുഷ്യരാണ് കേട്ടോ ഇവിടെ ഉള്ളവരെല്ലാവരും. ഭയങ്കര സ്നേഹമാണ്. നമ്മളിങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര കാര്യമൊക്കെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ പോകുന്ന റൂട്ടൊക്കെ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങളും കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു വേണം പോകാനായിട്ട് കേട്ടോ. അപ്പൊ മേഘമല വരുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഹൈവേസ് ഡാംസിൽ നിന്ന് അടിച്ചു കൊടുക്കുക. അപ്പൊ ഇവിടെ കുറെ അധികം ഡാംസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതാണ് ഇവിടുത്തെ മറ്റൊരു കാഴ്ച. അത് മാത്രമല്ല നിങ്ങൾ വരുമ്പോഴത്തേന് നിങ്ങളുടെ കയ്യിൽ പറ്റുമെങ്കിൽ ഗൂഗിൾ പേ അല്ലാതെ പേയ്മെന്റ് ഒക്കെ കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കുക. അപ്പം അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല. കുഞ്ഞു കടകളും കാര്യങ്ങളും ഉണ്ട്. വലിയ രീതിയിലുള്ള ഫുഡോ വലിയ വലിയ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ ഈ നാട്ടിലോട്ട് വരാണ്ട് യാതൊരു ആവശ്യവുമില്ല. അപ്പൊ കുറെ അധികം വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. സെയിം ആ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. വലിയ മാറ്റങ്ങളൊന്നും പറയത്തക്ക രീതിയില്ല കേട്ടോ. ഇവിടുത്തെ കുഞ്ഞു ഗ്രാമങ്ങളൊക്കെ കണ്ട് ഇവിടുത്തെ പ്രകൃതിയുടെ ഭംഗിയെ കണ്ട് പോകാന്നുള്ളതേ ഉള്ളേ. നിക്കുന്നുണ്ട് വലിയ ആണായെന്ന വിചാരം. എവിടെയാ നമ്മള്? അങ്ങനെ നമ്മൾ ഫൈനലി മഴയൊക്കെ ആസ്വദിച്ച് ദേ മേഘമല എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ലേക്കിന്റെ കാഴ്ചയൊക്കെ കാണിച്ചു തരാനായിട്ടാണ് വന്നത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ട്, ഞാൻ പറഞ്ഞു തരാമേ. ബേബി ബേബി ബേബി. അപ്പൊ മേഘമല വന്നിട്ടുള്ളവർക്ക് അറിയാതിരിക്കാം, മേഘമല ലേക്കിനോട് ചേർന്നിട്ട് തന്നെ നല്ലൊരു കൊച്ചൊരു ചായക്കട. ഇവിടുത്തെ എല്ലാവരും വരുമ്പോൾ ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു കൊച്ചു ചായക്കട ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ളവരും മലയാളീസും എല്ലാവരും ഉണ്ട്. ആഹാരം കഴിക്കാൻ ഇപ്പോൾ ഉച്ച സമയമാണ്. ഞങ്ങളൊരു ചായ പറഞ്ഞു. ഈ ചായയിൽ ഈ കൊച്ചു മഴയിലൊക്കെ അല്ലെങ്കിൽ നല്ല രസകരമായിട്ടുള്ള മഴയിലൊക്കെ ഞങ്ങൾ ഈ ലേക്കിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാറുണ്ട്. വെള്ളമില്ല എന്നുള്ള ഒറ്റ പരാതി മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ തന്നെ ആണെങ്കിലും ലേക്ക് കാണാനായിട്ട് ഇപ്പോഴും യാതൊരു ഭംഗിക്കുറവില്ല. ഇതാണ് ആ ഹോട്ടൽ കേട്ടോ. അപ്പൊ ചായ ഇട്ടിട്ടുണ്ട്. പിന്നെ പിടുന്ന ഇതിനെ എല്ലാം എടുത്ത് കളയാം. എന്നാലും എഴുതി എടുക്കാൻ പറ്റും. എടുത്ത് കളയെല്ലാം. ഗോ 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 യു ഫുൾ. ബേബി ഞങ്ങൾ എല്ലാവരുടെ മേഘമലയുടെ കാഴ്ചയൊക്കെ കാണാൻ വന്നപ്പോൾ തന്നെ ഡാമില് വെള്ളമില്ല, ഇവിടുത്തെ ലേക്കില് വെള്ളമില്ല. പിന്നെ ഇവിടുന്ന് നല്ല അടിപൊളി ഒരു ചായ കുടിച്ചിട്ട് അങ്ങനെ നിൽക്കുക. മഴയുണ്ട്, നല്ല മഴ, നല്ല തണുപ്പ്, നല്ല കാലാവസ്ഥ. വെള്ളം മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എന്റെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളും ഇവരൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഇവരെല്ലാവരും ചേർന്ന യാത്രയ്ക്കകത്ത് നമ്മള് വ്ലോഗിനേക്കാൾ കൂടുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ യാത്ര എൻജോയ് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചെന്നുള്ളത് ശരിയാണ്. അത് ചിലപ്പോൾ മറ്റുള്ള എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ഈ വ്യൂവേഴ്സിനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ എന്തെന്നാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്രയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. മേഘമലയുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമന്റ് തരുമോ, നമ്മളെ അറിയിക്കാന്നുള്ളതേ ഉള്ളൂ. മേഘമല ഏത് സമയത്താണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസമാണ്. അപ്പൊ മേഘമല നിങ്ങൾ വരുവാണെങ്കിൽ ഒരിക്കലും വാഗമണിന്റെ റൂട്ടോ അതുപോലെ തന്നെ മൂന്നാറിന്റെ റൂട്ടോ കണ്ടിട്ടോ അല്ലെങ്കിൽ ആ രീതി ചിന്തിച്ചിട്ട് വരികയും ചെയ്യില്ല. മേഘമല വളരെ സൈലന്റും വളരെ പീസായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അത് മാത്രമല്ല വന്യമൃഗങ്ങൾ ശരിക്കും ഉള്ളൊരു സ്ഥലമാണ്. അപ്പം കാട്ടുപോത്തും അതുപോലെ തന്നെ പുലിയും കരടിയും എന്ന് വേണ്ട ആന ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും ഉള്ളതാണ്. അപ്പം വരുന്നവർ വളരെ സേഫായിട്ട് ബൈക്കിനാവട്ടെ അല്ലെങ്കിൽ കാറിനാവട്ടെ വരാനായിട്ട് ശ്രമിക്കുക. ശ്രദ്ധിച്ചും കണ്ടു വരുവാന്നുള്ളതേ ഉള്ളൂ. രാത്രി യാതൊരു കാരണവശാലും ഈ റൂട്ട് നിങ്ങളെ അലോ ചെയ്തില്ല. അപ്പം രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെയാണ് ഇവിടുത്തെ സമയം. എല്ലാ ദിവസങ്ങളിലും ഇവിടുത്തെ നമുക്ക് പ്രവേശന കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. പിന്നെ വരുന്നവർ കയ്യിൽ എന്തായാലും GP അല്ലാതെ കയ്യിൽ ലിക്വിഡ് എമൗണ്ടായിട്ട് കരുതുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ചെറിയ കൊച്ചു കടകളേ ഉള്ളൂ. അവിടെ നിന്നുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടുത്തെ യാത്രയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല യാത്ര നിങ്ങളെ സമ്മാനിക്കുന്ന നല്ലൊരു സ്ഥലമാണ് മേഘമല കേട്ടോ. ടൈം തീരാറേ. ചെന്ന് കഴിയുമ്പോഴത്തേനും അറിയാം എല്ലാം കിട്ടുന്നുള്ളായിരുന്നു. അങ്ങനെ ഒന്നും കാണാനായിട്ട് പറ്റിയില്ല. തിരിച്ച് ഞങ്ങൾ നടന്നു പോവുകയാണ്. സമയം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂറോളം നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കൊന്ന് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അടുപ്പിച്ച് കാണുമായിരിക്കും. അപ്പോൾ നമ്മളിത് പ്ലാൻ ചെയ്തിട്ടൊന്നും വന്നതല്ല. വരുമ്പോൾ കാണുവാണെങ്കിൽ കാണാം എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് ട്രാവലിംഗ് ഉണ്ട്. ഇപ്പം സമയം ഏകദേശം 4 മണിയായി. ഇവിടുന്ന് നമുക്കിനി ഒരു 144 കിലോമീറ്റർ ഉണ്ട്, 147 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. അപ്പം കൊടൈക്കനാൽ റീച്ച് ആവാനായിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ച, കാരണം ഇരുട്ടുന്നതിന് മുമ്പ് എന്തായാലും കയറണം. എന്തായാലും ഇരുട്ടും നോക്കാം. ടാറ്റാ. ഞങ്ങളപ്പം മഹാരാജാമ്മയുടെ വ്യൂ പോയിന്റ് കാണാനായിട്ടാണ് പോയത് കേട്ടോ. പക്ഷെ സമയം കഴിഞ്ഞ വേണ്ടി നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് സമയമൊക്കെ സെറ്റ് ചെയ്ത് വരുവാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ആ ഒരു ഉദ്ദേശത്തോടെ വന്നതേ അല്ല, കാണുവാണെങ്കിൽ കാണാം എന്നുള്ള ഒറ്റ കാരണത്തിൽ വന്നതാണ് കേട്ടോ. അപ്പം കുഴപ്പമില്ല എന്തായാലും. വെറുതെ അവിടെ വരെ പോയി ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഇല്ല ബേബി, ഇല്ലേ? അവിടെ വരെ പോയില്ലേ?
അവിടെ വരെ പോയിട്ട് ഒന്നും കാണാൻ പറ്റില്ലേ? മേഘമല വന്നിട്ടേ നല്ല പൊതിച്ചോറ് വീട്ടിൽ നിന്ന് രാവിലെ നമ്മൾ തയ്യാറാക്കിയിട്ട് കൊണ്ടുവന്നു കേട്ടോ. 2 മണി ആയപ്പോഴത്തേന് ഞങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്നതാണ്. സൗമ്യയാണ് പൊതിച്ചോറിൻ്റെ പ്രിപ്പറേഷൻ. സ്നേഹം നല്ല മീൻ വറുത്തയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു വൈബിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കഴിക്കുമെന്ന് പറഞ്ഞാണല്ലോ, അടിപൊളിയാണ്. ഒന്നാമത് വിശന്ന് കുടലി കരിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഇവിടെയൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇത്രയും നല്ല ആഹാരം വീട്ടിൽ നിന്ന് വെച്ചിട്ട് വന്ന് കഴിക്കാമെന്ന് പറഞ്ഞാണല്ലോ, അതിൻ്റെ ഒരു ഫീല് എൻ്റെ പൊന്നെ പറഞ്ഞറിയിക്കാൻ പറ്റും. അതിനൊപ്പം ഇങ്ങനെ മഴ ഉണ്ടായിരുന്നു, ഇപ്പം അത് മാറി നല്ല വെയിലായി, കിട്ടില്ല, അടിപൊളി. നമ്മൾ മഹാരാജാമേടൊക്കെ കാണാനായിട്ട് പോയിട്ട് കാണാനും പറ്റിയില്ല. എന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേന് ഏകദേശം 4-4:30 ആയി. അപ്പോൾ ഇങ്ങനെയുള്ളിടത്തൊക്കെ നമ്മൾ ഇങ്ങനെ കറങ്ങി എടുത്ത് വരുമ്പോഴത്തേന് അത്യാവശ്യം സമയം പോകും. നമ്മൾ ചെല്ലുന്നിടത്തൊന്നും ഫുഡും കാണത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് നല്ല പൊതിച്ചോറൊക്കെ റെഡിയാക്കിയിട്ട് വന്നത് കേട്ടോ. എല്ലാവരോട് ചേർന്ന് ഇങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതിനൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അപ്പം പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള യാത്രയ്ക്കൊക്കെ പോകുമ്പോഴത്തേനെ ഫുഡൂടെ കരുതിയിട്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കും കേട്ടോ. അടിപൊളിയായിരിക്കും. കഴിച്ചിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റും ചെയ്തേക്കണേ, മറക്കല്ലേ. മുട്ട വറുത്തത്, മുട്ട പൊരിച്ചത്, പൊരിച്ചത്. അപ്പൊ നമ്മളെന്തായാലും കഴിച്ചു കഴിയാറായി. ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ. അത്യാവശ്യം നല്ല ലോങ് ഉണ്ട്. ലാറ്റിഷ ബേബി എന്തായാലും എൻ്റെ കൂടെ വരാനുള്ള വഴക്കിട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. സൗമ്യ എടുത്ത് കാറിനകത്ത് ഇടാന്നുള്ള തീരുമാനമായി. ഞാനും മിനിച്ചിനും ബൈക്കിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പം പോകുന്ന പോക്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഫുഡും കാര്യങ്ങളും തപ്പിയെടുക്കണം. കാരണം ഇപ്പോൾ 8:30 ആയി. പോകുന്ന വഴിയിൽ പലയിടത്ത് വന്നപ്പോഴും നമുക്ക് ഫുഡും കാര്യങ്ങളും കിട്ടിയില്ല കേട്ടോ. അപ്പം രാത്രിയാണ്, 10 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും കൊടൈക്കനാൽ ചെല്ലുമായിരിക്കും. എന്നിട്ട് റൂമിൽ കാര്യങ്ങൾ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും നോക്കാം കേട്ടോ. അപ്പം യാത്ര തുടരുകയാണ്. നാളെ എന്തായാലും കൊടൈക്കനാലിൽ നല്ല നല്ല കാഴ്ചകൾ വരുന്നതായിരിക്കും. കാസ്കറ്റ് വാട്ടർഫാൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെ നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരെയൊക്കെ എന്തായാലും ബൈ.